So let us go to question number 11. നമുക്ക് ഈ ചോദ്യം ഏത് ചാപ്റ്ററിനാണെന്ന് നോക്കാം. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നൊരു ചാപ്റ്ററിനാണ്. അതിലെ സ്റ്റോക്സ് ഫോർമുലയുടെ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. A small spherical ball of radius r falling through a viscous medium of negligible density has terminal velocity v. Another ball of same mass but of radius 2r falling through the same viscous medium will have terminal velocity. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞൊരു പോയിന്റ് വിസ്കസ് മീഡിയം ഓഫ് നെഗ്ലിജിബിൾ ഡെൻസിറ്റി എന്ന് പറയുന്ന സമയത്ത് ബോയൻസി ഫോഴ്സ് വിൽ ബി നെഗ്ലിജിബിൾ. നമുക്കതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് ഈ കാണിച്ചിരിക്കുന്ന ടെർമിനൽ വെലോസിറ്റി എന്ന കൺസെപ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം. എം ജി ഇസ് ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി എന്ന് കൊടുത്തേക്കാം. ഇവിടെ ഈ 6 പൈ ഈറ്റ ആർ വി എന്ന് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റാണ് സ്റ്റോക്സ് ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ടെർമിനൽ വെലോസിറ്റിയുടെ കാര്യം നമുക്ക് എഴുതാം. വി ഈസ് ഈക്വൽ ടു എം ജി ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കൊടുക്കാം, 6 പൈ ഈറ്റ ആർ എന്ന് കൊടുത്തേക്കാം. ഇതിൽ എം ജി 6 പൈ ഈറ്റ ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് എന്ത് കൊടുത്തേക്കാം, വി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബേസ്ഡ് ഓൺ ദിസ് വി ക്യാൻ റൈറ്റ് V1 ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r1, V2 is proportional to 1/r2. Therefore, V1 by V2 is equal to R2 by R1 എന്ന് കൊടുത്തേക്കാം. R2 എന്ന് പറഞ്ഞാൽ 2R ആണ്, R1 എന്ന് പറഞ്ഞാൽ R ആണ്. So you are getting answer as 2. Then V2 will be V1/2 ആയിരിക്കും. So that from the given statement we are getting the terminal velocity of the ball or spherical body falling through the same viscous medium will be half of the first case. So this will be the right answer to the given question.